ാണ് സാധാരണഗതിയിൽ നമ്മൾ പോയ വർഷങ്ങളെ കണക്കെടുത്താൽ സംസ്ഥാനത്ത് സ്നേക്ക് ബൈറ്റുകളുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിലും സ്നേക്ക് ബൈറ്റുകളിൽ ഉള്ള മരണങ്ങൾ ഗണ്യമായി കുറയുന്നതാണ് കണ്ടത്. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ച സ്ഥിതി അതല്ല. പാമ്പ് ഭീതി ഒഴിയുന്നതേയില്ല. കോഴിക്കോട് നാദാപുരത്ത് പാമ്പുകടി ഏൽക്കാതെ വിദ്യാർത്ഥി അത്ഭുതകരമായി രക്ഷപ്പെട്ട വാർത്തയാണ്. കല്ലാച്ചി സ്വദേശിയായ വിദ്യാർത്ഥിയുടെ പാന്റിലാണ് പാമ്പ് കുത്തിയത്. CCTV ദൃശ്യങ്ങൾ 24 ആ ദൃശ്യങ്ങളിലേക്ക്. കണ്ടാ പേടിയാവുന്ന സാഹചര്യവും കണ്ടാ പേടിയാവുന്ന ഒരു പാമ്പും, ഒരു പൂച്ച. ആദ്യം ആ പാമ്പ് വന്ന് ഇങ്ങനെ ആ കറുത്ത പൂച്ച സാർ അതിനെ നയിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്. ആ പൂച്ചയെ പേടിച്ചാന്ന് തോന്നുന്നു അത് വന്ന് ആ ബൈക്കിന്റെ പിന്നിൽ ഒളിച്ചത്. അതിനുശേഷം ആ വിദ്യാർത്ഥി ബൈക്ക് എടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. ബൈക്ക് എടുക്കാൻ വേണ്ടി വരുമ്പോഴും ചാടിക്കൊത്താൻ വേണ്ടി തുനിയാണ്. ഓടി രക്ഷപ്പെട്ടത് കാരണം എന്ന് പറഞ്ഞാൽ കൃത്യമായി കണ്ടു ഓടി ചാടി രക്ഷപ്പെട്ടു. മാത്രമല്ല മൊത്തത്തില് ടെൻഷനിലാണ്, പേടിയിലാണ്. കാരണം അത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ഈ വണ്ടി തുറക്കുമ്പോൾ അത് എന്തെങ്കിലും അപകടമാകുമോ, ഒരു സൈഡിൽ കൂടെ പൂച്ച പേടിപ്പിച്ച് അവിടെ കൊണ്ടുവന്നത്. അപ്പൊ ഈ പറയുന്ന പോലെ സാധാരണഗതിയിൽ അങ്ങോട്ട് ഉപദ്രവിച്ചില്ലെങ്കിൽ കടിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ചാടി കഴിക്കാൻ വേണ്ടി തന്നെ ചാടിയതാണ്. അപ്പൊ അവന്റെ മനസാന്നിധ്യവും പിന്നെ എനിക്കൊന്ന് നമ്മൾ ഈ പുതിയ കാലത്തെ കുട്ടികളുടെ പോലെ ബാഗി പാൻറ് നല്ല വീതിയുള്ള വലിയ പാനുണ്ടല്ലോ, ആ പാൻറ് ആയത് കാരണമാണ് അത് പാമ്പ് കടിയേക്കാതെ രക്ഷപ്പെട്ടത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എന്തായാലും ആശങ്കയേറ്റ് സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ കൂടുന്നു. ഇതിപ്പോ അത്ഭുതകരമായ രക്ഷപ്പെടലാണെങ്കിൽ 2 ആഴ്ചക്കിടെ പാമ്പ് കടിയേറ്റ് മരിച്ചവരുടെ എണ്ണം 5 ആയി. ഇന്നലെ ആലപ്പുഴ കുട്ടനാട്ടിൽ വീട്ടമ്മ പാമ്പ് കടിയേറ്റ് മരിച്ചു. ശുചിമുറിക്ക് മുന്നിൽ വെച്ചാണ് കുട്ടനാട് വൈശ്യം ഭാഗം സ്വദേശി നിരയ്ക്ക് മൂർഖൻ പാമ്പിന്റെ കടിയേറ്റത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ, അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന്. ആദ്യം നമ്മൾ പോകുന്നത് കോഴിക്കോട് അജി കുഞ്ഞുമോനിലേക്കാണ്. അജി, വെരി ഗുഡ് മോർണിംഗ്. പണ്ടും പാമ്പുകളും മനുഷ്യരും ഒക്കെ ഉണ്ട്, അത്തരത്തിലുള്ള മരണങ്ങളും ഉണ്ടാകാറുണ്ട്. ഇപ്പൊ ഈ കാലാവസ്ഥാ വ്യതിയാനം അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഇതിനെയൊക്കെ ബാധിക്കുന്നുണ്ടാവാം. വിവരങ്ങൾ പറയും. ഈ പറഞ്ഞ പയ്യന്റെ പാന്റ് രക്ഷപ്പെടുത്തി അല്ലേ? തീർച്ചയായിട്ടും ഹാഷ്മി, ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. പയ്യന്റെ പാൻസ്, അതായത് 11 വയസ്സുകാരന്റെ ആ മനോധൈര്യവും അവന്റെ പാൻസുമാണ് ഈ പാമ്പിന്റെ കൊത്തേൽക്കാതെ രക്ഷപ്പെട്ടത് എന്ന് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഇന്നലെ വൈകുന്നേരം 5 മണിക്കാണ് ഹാഷ്മി, ക്രിസ്റ്റീന, ഈ സംഭവം നടക്കുന്നത്. നാദാപുരത്തിനടുത്ത് കല്ലാച്ചിയിൽ വെച്ചാണ് വീട്ടുമുറ്റത്ത് വെച്ച് ഈ സംഭവം നടക്കുന്നത്. ഇതിനെപ്പറ്റി കൂടുതലായി ഇവർ വീട്ടുകാരടക്കം പറയുന്നത്, ഈ 11 വയസ്സുകാരൻ ഈ ബൈക്കിനകത്ത് സ്കൂട്ടർ അവിടെ കാണാം. ആ സ്കൂട്ടറിനകത്ത് സാധനം എടുക്കാൻ വേണ്ടി തിരികെ വന്നത്, വീടിനുള്ളിൽ പോയിട്ട് തിരികെ വന്നതാണ്. അപ്പോഴാണ് ഈ പാമ്പ്, ഈ പൂച്ചയെ കണ്ട് ഇഴഞ്ഞു നീങ്ങിയ പാമ്പ് തിരികെ ഈ പയ്യൻ്റെ അടുത്തേക്ക്, അതായത് ഈ വിദ്യാർത്ഥിയുടെ അടുത്തേക്ക് വരുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അങ്ങനെ അവൻ്റെ മനോധൈര്യം കൊണ്ടാണ്, ആ വിദ്യാർത്ഥിയുടെ മനോധൈര്യം കൊണ്ടാണ് ആ വിദ്യാർത്ഥി രക്ഷപ്പെടുന്നതെന്ന് നമുക്ക് കാണാം. പാമ്പ് കൊത്താൻ ശ്രമിക്കുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം 5 മണിക്കാണ് ഈ സംഭവം പ്രധാനമായും നടക്കുന്നത്. ഇതിൽ പ്രധാനമായും CCTV പരിശോധിച്ചപ്പോഴാണ് ആദ്യം പാമ്പിന് പിന്നിൽ പൂച്ച ഓടുന്ന ദൃശ്യങ്ങൾ കണ്ടെത്തിയത്. പൂച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പാമ്പ് കാറിനടിയിലേക്ക് ഇഴഞ്ഞു നീങ്ങുന്നതായി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് CCTVയിൽ. തുടർന്ന് പാമ്പ് സ്കൂട്ടറിന്റെ പിന്നിലെത്തി. ഇതിനിടയിൽ സ്കൂട്ടറിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോകുന്നതിനിടയിലാണ് പാമ്പ് ആഞ്ഞ് ഈ വിദ്യാർത്ഥിക്ക് നേരെ കൊത്താൻ പോകുന്ന ആ ദൃശ്യങ്ങളിൽ ഉള്ളത്. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള പാൻസാണ് ആ പാൻസ്. അപ്പോൾ ആ പാൻസാണ് ആ വിദ്യാർത്ഥിയുടെ ജീവൻ രക്ഷിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഹാഷ്മി. അല്ല ജി, ഈ പഴയ നമ്മൾ ഈ അമ്മാവന്മാരെ കളിയാക്കുന്നത് ശരിയല്ല, പ്രായത്തെ കളിയാക്കുന്നത് ശരിയല്ല. പക്ഷെ എന്ന് പറഞ്ഞാൽ പോലും പുതിയ കാലത്തെ പിള്ളേരുടെ ഓരോ പുതിയ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്ന ഗണത്തിൽപ്പെട്ട പാൻറ്റാണ് കേട്ടോ പാൻറ് എന്ന് പറഞ്ഞാൽ. ഇതൊരു പക്ഷെ പണ്ട് 1980-കളിലൊക്കെ 80-കളിലും 90-കളിലൊക്കെ ഹിറ്റായ താഴെ പറഞ്ഞ പേരെന്തായിരുന്നു, എന്തോ സംഭവം, ആ ജയനൊക്കെ ഇടുന്ന പഴയ ടൈപ്പ് പാൻറ്. അപ്പൊ ആ പാൻറ് വീണ്ടും ട്രെൻഡാവുന്ന കാലമാണ്. ശരിക്കും ആ പാൻറ് തന്നെ രക്ഷ, ഒരു തർക്കമൊക്കെ വരുത്തില്ല ജി. തീർച്ചയായിട്ടും ആ പാൻസ് തന്നെയാണ്, അതായത് ജെൻസി തരംഗമാണ് ആ പാൻസ്. നമുക്ക് പുറത്തിറക്കി നോക്കിക്കഴിഞ്ഞാൽ ആ പാൻസ് ആണ് എപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പൊ നമ്മളുടെ ബ്യൂറോയിലുള്ള റിപ്പോർട്ടർമാർ പലരും ആ പാൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു രക്ഷാ കവചമായി മാറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഹാഷ്മി, ക്രിസ്റ്റീന. ബെൽബോട്ടം പണ്ട് അതിനെ ബെൽബോട്ടം എന്ന് പറയും. ഇപ്പൊ അതിനെ എന്തോന്ന് ബലൂൺ ബാഗി പാൻറ് എന്നെന്തോ പറയുന്ന പാൻറ്റാണ്. ബലൂൺ ബാഗി പാൻറ് എന്ന് പറയും. പണ്ട് അതിനെ ബെൽബോട്ടം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും മെറ്റീരിയൽ ജീൻസ് മെറ്റീരിയൽ തന്നെയാണ്, കട്ടിയുള്ള മെറ്റീരിയലാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ഫാഷന്റെ പേരിൽ കുറച്ച് ഓട്ടയൊക്കെ ഇടുന്ന ജീൻസ് ഉണ്ട്. അപ്പൊ ആ ഓട്ട ഇടുന്ന ഇനിയിപ്പോ സൂക്ഷിക്കണം. പാമ്പ് കാണാൻ ഓട്ട വേണ്ട, ഭാഗ്യമാവാം. ഭാഗ്യമായി കഴിഞ്ഞാൽ ഇതുപോലുള്ള
ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ രക്ഷയാവും. അപ്പോൾ അവിടെ നമ്മൾ അത്ഭുതകരമായി രക്ഷപ്പെട്ട 11-കാരൻ്റെ ദൃശ്യങ്ങളും വാർത്തയുമാണ് കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.